യേശുക്രിസ്തു ക്രൂശിൽ മരിക്കാനുള്ളതിൻ്റെ കാരണം ഞാൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. യേശുവിനെ നിങ്ങൾ രക്ഷകനെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിന് ഹൃദയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കേൾക്കണം. നാടെങ്ങും നന്മ ചെയ്ത നമ്മുടെ കർത്താവായ യേശു ഒരിക്കൽ പരസ്യമായി നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. എന്നിലുള്ള പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ആർക്ക് കഴിയും? ആ ചോദ്യത്തിന് മുൻപിൽ എല്ലാവരും മൗനമായി. കാരണം നന്മയല്ലാതെ നമ്മുടെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. കുരുടൻ്റെ കണ്ണു തുറന്നതൊരു പാപമാണോ? മുടന്തനെ സൗഖ്യമാക്കിയതൊരു പാപമാണോ? പക്ഷപാതക്കാരനോട് കിടക്കെടുത്തു നടക്ക എന്ന് പറഞ്ഞത് പാപമാണോ? അവൻ ചെയ്തത് മുഴുവനും നന്മയാണ്. തിരുവെഴുത്ത് പറയുന്നു, അവൻ പാപമെന്തെന്ന് അറിഞ്ഞിട്ടില്ല, അവനിൽ പാപം ഇല്ല. യേശുവിനെ പീലാത്തോസ് വിസ്തരിക്കുമ്പോൾ 3 വട്ടം ജനസമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, ഞാനിവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അതെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ട്. നാടെങ്ങും നന്മ ചെയ്ത യേശുവിന്, പാപമെന്തെന്നറിയാത്ത യേശുവിന് ക്രൂശ് മരണം ലഭിക്കാനുള്ള കാരണം ഞാനാണെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി അത് വ്യക്തത വരുത്താനുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഞാനാണെന്ന് പറഞ്ഞാൽ ഇന്നലകളിലെ എൻ്റെ പാപ സ്വഭാവങ്ങളാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കാനുള്ള കാരണം. തിരുവെഴുത്ത് പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നാം ചെയ്തു വന്നിരുന്ന സകല പാപങ്ങളുടെയും ശമ്പളമാണ് യേശു കർത്താവ് ഏറ്റുവാങ്ങിയത്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദൈവം നമുക്ക് നൽകിയ കൃപാവരമാണ് ജീവൻ. എങ്ങനെയാണ് ആ ജീവൻ നമുക്ക് ലഭിച്ചത്? അവൻ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമുക്ക് ജീവൻ തന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇന്നലകളിലെ നമ്മുടെ പാപസ്വഭാവങ്ങളാണ് യേശുവിനെ ക്രൂശിച്ച് കൊല്ലാൻ കാരണമായതെന്ന നല്ല ബോധ്യം, തികഞ്ഞ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവം ഇന്നു പകൽ നിങ്ങളിൽ വാഴാൻ നിങ്ങൾ അനുവദിക്കരുത്. എൻ്റെ യേശുവിനെ ക്രൂശിച്ചു കൊന്നുകളഞ്ഞ ആ സ്വഭാവം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ലെന്ന് പറയാനുള്ള ഒരാർജവം നാം കാണിക്കണം. ഉറച്ച നിലപാടുള്ളവരാകണം. ചെറുതെന്ന് എനിക്ക് തോന്നിയതും ലോകത്തിന് തോന്നിയതുമായ പാപങ്ങൾ, അത് ദൈവസന്നിധിയിൽ ഗുരുതരമായ വിഷയമായിരുന്നു. തിരുവെഴുത്ത് പറയുന്നു, സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്നവൻ നരകയോഗ്യനാണ്. ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ലോകം ചെറുതെന്ന് കാണുന്നതെല്ലാം ദൈവസന്നിധിയിൽ വലുതാണ്. ഇന്ന് പകൽ ആ തീരുമാനമെടുക്കണം. ഇന്ന് പകൽ ഉറച്ച നിലപാടിലേക്ക് വരണം. ഇനി ആ സ്വഭാവം എന്നിൽ വാഴുകയില്ല. ഞാൻ ആരോടും പിണങ്ങുകയില്ല.
എൻ്റെ ഹൃദയത്തിൽ ആരോടും ഞാൻ കയ്പ് വയ്ക്കുകയില്ല. ഞാൻ ആരോടും ദേഷ്യപ്പെടുകയില്ല. ഞാൻ ആരോടും മിണ്ടാതിരിക്കുകയില്ല. ഞാൻ എല്ലാവരോടും സമാധാനം ആചരിക്കും. ഞാൻ എന്നാലാവുന്നത് പോലെ എനിക്ക് ദൈവം നൽകിയ കൃപയിൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. എൻ്റെ യേശുവിനെ ക്രൂശിച്ചു കൊന്ന ആ ക്രൂശ് മരണത്തിന് കാരണമായ സ്വഭാവങ്ങൾ, എൻ്റെ ഇന്നലകൾ ഇനി എൻ്റെ ജീവിതത്തിൽ കാണില്ല. ഞാൻ എൻ്റെ യേശുവിനെ വീണ്ടും ക്രൂശിക്കില്ല, ഒരിക്കലുമില്ല. ആ സ്വഭാവങ്ങൾ ഇന്ന് പകൽ വീണ്ടും നിങ്ങളിലുണ്ടെങ്കിൽ യേശുവിനെ നിങ്ങൾ വീണ്ടും ക്രൂശിക്കുകയാ? ഇല്ല, അത് ഇനി എന്നിൽ ഉണ്ടാകില്ല, അതുണ്ടാകത്തില്ല. തീരുമാനമെടുക്കുക, ഉറച്ച നിലപാടെടുക്കുക, ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.